ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹോം റെമഡിയുമായിട്ടാണ്. അത്ഭുത റിസൾട്ട് തരുന്ന ഒരു ഹോം റെമഡിയാണിത്. കുടവയറൊക്കെ ഉള്ളവർക്ക് ഇത് ഒരു 6 ദിവസം തുടർച്ചയായിട്ട് കഴിച്ചാൽ കുടവയർ പറ്റെ കുറഞ്ഞു കിട്ടും കേട്ടോ. പിന്നെ വയറില്ലാത്തവർ കഴിക്കരുത് കേട്ടോ, അങ്ങ് പറ്റെ അങ്ങ് ഒട്ടിപ്പോകും. അപ്പോൾ നമുക്ക് ഈ അത്ഭുത റിസൾട്ട് തരുന്ന ഈ മരുന്ന് നമ്മുടെ വീട്ടിലുള്ള സാധാ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അത്ഭുതപ്പെട്ട ഒരു റിസൾട്ട് തരുന്ന ഒരു മരുന്നാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഒരു സോസ് പാൻ എടുക്കുക. ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് ഒഴിച്ചു, 1/2 ഗ്ലാസും കൂടി എടുത്തിട്ടുണ്ട്, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ തന്നെ, നമ്മുടെ വീട്ടിൽ പെരുംജീരകം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് 1 ടീസ്പൂൺ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ ജീരകമാണ്, പെരുംജീരകം, വലിയ ജീരകം. അതാ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ ജീരകം ഉണ്ടല്ലോ, നമ്മൾ കുമിൻ സീഡ്സ്, അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇട്ട് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അയമോദകമാണ്. നമ്മുടെ മുറുക്കിനൊക്കെ ഉപയോഗിക്കുന്നില്ലേ, അതാണ് കേട്ടോ. അത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് പലവ്യഞ്ജന കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ആയുർവേദ വൈദ്യശാലയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതാ 3ഉം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് ഒന്ന് ചെറിയ തീയിലിട്ട് 1.5 ഗ്ലാസ് എന്നുള്ളത് ഒരു 3/4 ഗ്ലാസ് ആക്കി എടുക്കണവേ. അപ്പോൾ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചെറുതായിട്ട് തിളയ്ക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കണം. തീ ഒരിക്കലും കൂട്ടി വയ്ക്കരുത്. ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇതിൻ്റെ സത്ത് മൊത്തം ഇറങ്ങി വരത്തക്ക വിധത്തിൽ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. അപ്പോൾ അതാ നന്നായിട്ട് നമ്മുടെ മരുന്ന് തിളച്ച് വരുന്നുണ്ട്. കൂടെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ സ്പൂണിട്ട് ഒന്ന് കറക്കി കൊടുത്താലും മതി. ഒരു 5 മിനിറ്റിനുള്ളിൽ ആയി കിട്ടും. അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ഇരുന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ഇപ്പോൾ ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ നല്ല ഒറിജിനൽ തേനാണേ. പ്യുവർ തേനാണ്. പ്യുവർ തേൻ തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ ഇത് നമുക്ക് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തേൻ 1 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വറ്റിച്ച് ആറി കിട്ടിയ നമ്മുടെ മരുന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിച്ചൊഴിച്ചു കൊടുക്കാം. ഒരു കമ്പി അരിപ്പയിൽ കൂടി നമുക്കിതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാവേ. അത്ഭുത റിസൾട്ട് തരുന്ന ഒരു മരുന്നാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു മരുന്നാണിത്. അപ്പോൾ ഞാൻ കമ്പി അരിപ്പയിൽ കൂടി ഈ മരുന്നും ഒത്തും ഞാൻ അരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഈ ചണ്ടി അങ്ങ് നമുക്ക് കളയാം കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ആ തേനും ഈ മരുന്നുമായിട്ട് മിക്സായി കിട്ടണം. അതിനുവേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്ഭുത റിസൾട്ട് തരുന്ന നമ്മുടെ ഒരു ഹോം റെമഡിയാണിത്. വീട്ടിലുള്ള സാധാ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു മരുന്നാണ്. അപ്പോൾ ഇത് കുടവയർ ഉള്ളവർക്ക് കഴിച്ചാൽ 6 ദിവസത്തിനുള്ളിൽ നമുക്ക് കുടവയർ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ, രാവിലെ എണീക്കുന്ന സമയത്ത് വെറും വയറ്റിൽ ഈ 3/4 ഗ്ലാസ് മരുന്ന് കുടിക്കുക. എന്നിട്ട് അരമണിക്കൂർ നമ്മൾ വേറൊന്നും കഴിക്കരുത് കേട്ടോ. എന്നിട്ട് ഇത് 6 ദിവസം ഇതുപോലെ തുടർന്ന് കഴിച്ചാൽ നമ്മുടെ എത്ര വലിയ കുടവയറായിരുന്നാലും നന്നായിട്ട് ചൊട്ടും കേട്ടോ. പിന്നെ വയറില്ലാത്തവർ കഴിക്കരുത് കേട്ടോ, താടി അങ്ങ് ഒട്ടിപ്പോകും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.
ഏതെല്ലാം മരുന്ന് കഴിച്ചിട്ടും കുടവയർ കുറയാത്തവർക്കായിട്ട് ഈ ഒരു മരുന്നൊന്ന് സേവിച്ച് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ കുടവയർ കുറയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ രാവിലെ വെറും വയറ്റിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.